ഒരു ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈടാ ഞാൻ ഒരു ബാഗിൻ്റെ അകത്ത് വെച്ചിട്ട് ഒരു തലി ഇങ്ങനെ പടത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് വിളവെടുത്ത് നോക്കാമല്ലോ, എന്തുണ്ട് നോക്കാലോ. ഞാൻ കാടായിപ്പോയി, മുറ്റം നിറച്ചും കാടായിപ്പോയി. അപ്പോൾ മുറ്റം വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ഇത് പറിക്കണം. എന്നിട്ട് ഞാൻ വെച്ചെന്നാൽ പിന്നെ അതൊരു വീഡിയോ കൂടി എടുത്തേക്കാന്ന് വെച്ചാൽ പറിച്ചതാ. കണ്ട ഒരു തലയായത്, അങ്ങനെ വന്നൊരു തലയായത്. കണ്ടാ ഇത് കണ്ടില്ലേ? ഇത് എന്നും ഇതിവിടെ വെച്ചോണ്ട് നിൽക്കുമ്പോണ്ടല്ലോ മണ്ണിട്ടോണ്ട് നിൽക്കണം, എന്നാൽ മാത്രമേ നന്നാവൂലൂ. കിഴങ്ങ് എടിലോ പോയടത്തെല്ലാം കിഴങ്ങ് വരുന്നുണ്ട്. കണ്ട കിഴങ്ങ് എടിലോ വരുന്നുണ്ട്, പക്ഷേങ്കിൽ അത് വണ്ണം വെച്ച് വരൂല. അത് കുറച്ച് കയ്യേണ്ടി വരും വണ്ണം വെക്കാൻ അടിക്കില്ല. അതന്നേരം വിഷമാണ്. ഇത് ഞാനിപ്പം പറിച്ചെടുക്കാന്ന് വെച്ച് നോക്കല. ഇവിടെ ഒന്ന് ഇത് തല പടന്നതാണ്, ഏകദേശം തല പടന്ന് വരുവായിരുന്നു. കാണുന്നില്ലേ? ഇതിങ്ങനെ കിഴങ്ങ് വരുന്നുണ്ട്, ഒരുപാട് കിഴങ്ങ് വരുന്നുണ്ട്. കണ്ടാ വണ്ണം വെച്ചിട്ടില്ല. കണ്ടാ ഇതെല്ലാം വണ്ണം വെക്കണത്തരെ കിഴങ്ങ്. ഞാനിപ്പോൾ കാടായതുകൊണ്ട് എനിക്കിത് പരിക്കാണ്ടെടുക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പം പരിക്കുന്നു. കണ്ടല്ലോ, ഇത് കണ്ടില്ലേ? തേച്ചും കാടാ. ഇപ്പം കിഴങ്ങ് നോക്കാലോ നമുക്ക്. ഈ ഒറ്റൊരു ചുവടായത് കണ്ടില്ലേ? ഒറ്റൊരു തലയാണിത്. ആ ഒരു തല ഇങ്ങനെ വന്നേ ഈ ഒരു ബാഗിൻ്റെ തലയായത്. ഇത് ഇതാണ് ബാഗ്. ഇതാണ് ഈ ബാഗിൽ നിന്ന് നട്ട തലയായത്. ഈ ബാഗിൽ നിന്ന് നട്ട ഈ ഒരു തലയായത്. കണ്ടില്ലേ? ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മളെ കിഴങ്ങ്. ഇതിൽ കിഴങ്ങൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇതിൽ കിഴങ്ങൊന്നും ഇല്ല. നോക്കട്ടെ, ഇതിലുണ്ടോ നോക്കട്ടെ. ഇതിൽ കിഴങ്ങൊന്നും കാണുന്നില്ല. ഈ ഞാൻ പിന്നെ വളമൊന്നും ഇട്ട് കൊടുത്തില്ല, നട്ടു അതേ ഉള്ളൂ. ഇതിൽ നിന്നല്ല കിഴങ്ങ് പുറത്തുനിന്നാണ് കിഴങ്ങ് കാണുന്നത്. ഇതിപ്പം ഞാനിതിങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണിപ്പം ഇതിൻ്റെ അകത്തു നിന്നാണ് ഞാനിതെല്ലാം എടുത്തു വരുന്നത്. കണ്ടേ, നിങ്ങൾക്ക് കാണിച്ചു തരാലോ. ഈ ഒറ്റ തയ്യായത്, ഇതിൻ്റെ തലയാണ് അങ്ങോളം പടന്നു പോയത്. കണ്ടല്ലോ, ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ചിരട്ടയിലും കൂടി ഇട്ട്, ചിരട്ടയിലൊന്നും വണ്ണം വെച്ചിട്ടില്ല, വണ്ണം വെക്കാനൊന്നും ആയിട്ടില്ല. ഇത് കണ്ടില്ലേ? ഇത് വണ്ണം വെച്ചിട്ടില്ല. ഇതൊന്ന് നിങ്ങൾക്ക് ഇതെല്ലാം കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. കിഴങ്ങ് ഉണ്ടോയെന്ന് അറിയില്ല, എല്ലാം പറിച്ചു നോക്കിയാലേ അറിയൂ. ഇതിങ്ങനെ പോയിടത്തോളം ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ വണ്ണം വെച്ചില്ല. വണ്ണം വെക്കടിക്കില്ല. ഇനിയിപ്പം ഇവിടെ ഭയങ്കര കാടായിപ്പോയി, മുറ്റത്തായിപ്പോയി. പുറത്തേടിങ്ങ് ദൂരെ വെക്കണം, അതിനുള്ള സൗകര്യവും ഇല്ല. അതാണ് ഞാനിപ്പോൾ ഇത് പരിക്കുന്നത്. വെറും കാടാ, മുറ്റം തേച്ചും കാടായിപ്പോയി. മുറ്റത്ത് ഒരു സാധനം വെക്കാനും സ്ഥലമില്ല. ഇത് പടന്ന് കെട്ടിയിട്ട് കണ്ടില്ലേ? ഇതേപോലെ ആയിട്ടേ ഉള്ളു. ഒറ്റ തലയായത്, ഈ ഒരു തല മാത്രമായത്. ഈ ഒരു തല 4 പോലെ പടന്നു പോയി നോക്കുമ്പോഴേക്ക് നിറച്ചു ആയിപ്പോയി. ഇത് കണ്ടില്ലേ? ഇത് കണ്ടല്ലോ, ഇതാണ് ഈ ഒരു തലയാണ്. ഇത് തേച്ചും പുറത്തേക്കൂടി പോയത്. മണ്ണിട്ട സ്ഥലം, ഇത് മണ്ണല്ല, മുറ്റായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കിഴങ്ങ് നല്ലപോലെ ഉണ്ടാവുമായിരുന്നു. ഇത് മുറ്റത്തേക്കാണ് പടന്നു പോയത്. ഈ ഒറ്റ തലയായത് തേച്ചും. മുറ്റത്തായതുകൊണ്ടാണ്. പറമ്പത്താണെങ്കിൽ മണ്ണുള്ള സ്ഥലമാണെന്നുണ്ടല്ല, ഇത് കിഴങ്ങായിട്ട് നിറച്ചും വരുമായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. ആ വേര് തേച്ചും വണ്ണം വെച്ചിട്ടില്ല, വേര് വരുന്നേ ഉള്ളൂ. അത് മുറ്റത്തായതുകൊണ്ട് ഇനി വണ്ണം വെക്കാൻ വെച്ചാൽ ശരിയാവില്ല, അതിൻ്റെ അടിയിലുള്ളത് കെട്ടുമ്പോ. കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഇത് ഞാനിപ്പം പറിച്ചിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. കിഴങ്ങ് കിഴങ്ങ് അത് കേട് വന്നു തുടങ്ങി കേട്ടാ. കിഴങ്ങ് ആയത് കേട് വന്നു തുടങ്ങി. ഇനിയിപ്പം ഞാനിത് ഇതിൻ്റെ അകത്ത് ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ. ഇതാണ് ഈ ഒറ്റൊരു ചോടേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ മാന്തി ഇത് അടിയിൽ നിലായതുകൊണ്ടുണ്ടല്ലോ, മണ്ണൊന്നും ഇടാൻ പറ്റിയിട്ടില്ലല്ലോ. അതാണ്
കിഴങ്ങ് വണ്ണം വെക്കാതിരുന്ന്. ഇത് കണ്ടില്ലേ, ഇതാ ഇത് കണ്ട, ഒരു ചോടുന്ന് ഇത്രയൊന്നും കിട്ടൂല, ഒരു ചോടുന്ന ഇത്രയൊന്നും കിട്ടൂല. ഇതിപ്പോ ഇങ്ങനെ വെച്ചതുകൊണ്ടാണ് ഇതിങ്ങനെ കിട്ടുന്നത്. കണ്ട, കണ്ടാ ഇതാ, ഇത് കണ്ടില്ലേ, കിഴങ്ങുണ്ട്. പക്ഷെങ്കിൽ അത് ഇതിന് സൗകര്യം ഇല്ലാണ്ടായിപ്പോയി, വളരാനും അതിന് മണ്ണിട്ട് കൊടുക്കാനുള്ള സൗകര്യം ഇല്ലാണ്ടായിപ്പോയി. മുറ്റത്തായതുകൊണ്ട് അത്രേ ആവൂലെന്നാ ഞാൻ വിചാരിച്ചു. അല്ല, ഇത് ലോകം തേച്ച് എത്തുന്ന സൈസാണ്. അപ്പോൾ കിഴങ്ങ് നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. ഇതാ ഇതാ കണ്ടാ കണ്ടാ, ഇത് കണ്ടില്ലേ, ഇതാ കണ്ടാ, കിട്ടി ഒറ്റൊരു ചോടാണിത്. ഒരു ചോടുന്നാങ്കിൽ നമുക്കിപ്പോൾ 2 or 3 കിഴങ്ങാ കിട്ടുക ആ ഒരു ഇതിനകത്തുനിന്ന് ഓരോന്ന്. അപ്പൊ ഇതിപ്പം പിന്നെ ഇത്തിരി ഇങ്ങനെ പടർന്നത് കൊണ്ടാണ് ഇത്ര പോലെ കിട്ടുന്നത്. കണ്ടില്ലേ? ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതെല്ലാം ഇത് പന്നി വന്ന് മാന്തിയിട്ടിനെ. എന്നിട്ട് ഞാനിപ്പോൾ ഇത് മാന്തി നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിയാ. നോക്കുമ്പോൾ കണ്ട ഒറ്റയൊരു ചോടയില്ല. എന്നോട് കളിക്കാനുണ്ട്, ഞാൻ മാന്തി നോക്കട്ടെ. പന്നി കുറച്ചെടുത്തിന് നല്ല വണ്ണമുണ്ട്, നല്ല ഇതുകൊണ്ട്. നിങ്ങളെ കളിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. കുട്ടിയായിട്ട് ചീര നട്ടതുകൊണ്ട്, അല്ല ചക്കരക്കിഴങ്ങ് നട്ടതുകൊണ്ട് കണ്ടോ, വിറ്റ കിഴങ്ങ് കണ്ടോ. ഇനിയിപ്പോൾ അങ്ങ് കാട്ടിലോട്ട് പോയിട്ടുണ്ട്, അതെനിക്ക് പറിക്കാൻ കഴിയില്ല. അടലിലും ഉണ്ടാവും, തല കുത്തിയിട്ട് കിഴങ്ങ് ഉണ്ടാവും. പക്ഷെ അതൊന്നും എനിക്ക് പറിച്ചെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ സ്ഥല സൗകര്യം ഇല്ല. എൻ്റെ നല്ല വീതിയുള്ള സ്ഥലത്ത് നട്ട് നമുക്ക് ഒരുപാട് കിഴങ്ങ് കിട്ടും. ഇതുപോലെ എല്ലാവരും തുടരുക. ഞാൻ തൂക്കിയിട്ട് കാണിച്ചു തരാം. ഞാൻ തൂക്കിയിട്ട് കാണിച്ചു തരാമല്ലോ. ഞാൻ 5 കിലോ എന്നാ പറഞ്ഞു, 5 കിലോ ഞാൻ കാണിച്ചു തരാം. അതിനാണ് ഞാനിപ്പോൾ ഇത് തൂക്കുന്നത്. കണ്ടേ, നോക്കാം, ഇത് തൂക്കട്ടെ. ഇത് ഒരു ബാഗിൽ നിന്നും കിട്ടിയതാണ്. ഇതൊരു ബാഗിൽ നിന്ന് നമുക്ക് ഒരു കിഴങ്ങ്, അതിനപ്പുറം കിട്ടൂല. അതാണ് നമുക്ക് ഇത്രയും കിഴങ്ങ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമില്ല വേണ്ടാന്ന് ഞാൻ ഇത്രയും ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതുപോലെ ചെയ്യേ. കണ്ടില്ലേ, ഇതിപ്പോൾ 4 കിലോ ഞാൻ ഇതിൽ തൂക്കുക. അത്രേ തൂക്കുമല്ലോ. ഞാൻ തൂക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ 3 തൂക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു. ഉണ്ടോ, ഇതിപ്പോൾ 1,846 ഉണ്ട് കേട്ടോ. ഇത് 1,846 ഉണ്ട്. ഇത് 1,846 ഉണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, എല്ലാം നല്ല. ഇത് കുറച്ച് പന്നി കളിച്ചു വിട്ടിനി. പന്നി കളിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇത് കളക്കാൻ കാരണം. ഇല്ല, ഇന്ന് കളക്കൂല. ഇത് പിന്നെ കെട്ടുപോകുമായിരുന്നു, സമയം വൈകിപ്പോയി. ഇത് ഇവിടുത്തേതാണ്, കണ്ടില്ലേ, ഇത് ഇവിടുത്തേതാണ്, കണ്ടില്ലേ, ഇതാ ഇത് കേൾക്കണ്ട, അല്ല വലിയ കേൾങ്ങ. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റിയിട്ടില്ല. ആടെ അപ്പുറത്ത് ഇത് ഞാൻ അങ്ങനെ മണ്ണൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇതിന് കണ്ടോ, 1,846. ഇത് ഇത് 1,900 കേട്ടാ. ഇത് കണ്ടില്ലേ, ഇല്ലേ, 1,900. ഇതൊരു കിലോ ഇത് കൊണ്ടാവണം. കണ്ടില്ലേ, ഇത് 956. ഇത് 956. അത് 1,901, 1,956, മറ്റേ 846 അല്ലേ. 1,846, 1,846, 1,900. 1, 1, 2, 2, 9, 8, 17, 2, 3,700. പിന്നെ ഇത് 900, 3,700, 900, 4,600. 4,600 ചില്ലറയുണ്ട് കിഴങ്ങ് കേട്ടോ. 5 കിലോന് ചില്ലറ കുറവുള്ളൂ. അതവിടെ കളക്കാനുണ്ടാവും, അങ്ങോട്ട് പോയത് കളക്കാനുണ്ടാവും. നിങ്ങൾ ഇത്രേ കാണിച്ചില്ലേ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ല, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന്. ഇത് എനിക്ക് കാണിക്കാൻ പറ്റി. നല്ല വിളവെടുപ്പായത് നിങ്ങൾ കണ്ടില്ല. ഇത് നല്ല അടിപൊളി വിളവെടുപ്പാന്ന്. ഇഷ്ടം പോലെ ഉണ്ട്, കാണാനുണ്ട്.
നോക്കി രണ്ട് ബാഗിൽ നിന്ന് മൂന്ന് മൂന്ന് തല വെച്ച് കൊടുത്ത കിഴങ്ങാ ഇതത്തിരി കണ്ടില്ല. അത് രണ്ട് സൈസ് തന്നെയാണ്. ഒന്നിലേത് ചോന്നതാണ്, ഒന്നിലേത് വെള്ളയാണ്. കണ്ടില്ലേ ഇത് കണ്ടോ? നിങ്ങൾ കണ്ടില്ലേ? ഇതാ